സുഹൃത്തുക്കളെ, നമ്മുടെ മസ്തിഷ്കം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിലോ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ നേരിടണമെങ്കിലോ നമ്മൾ മാനസികമായി ശക്തരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നും അപ്പോൾ മാത്രമേ നിങ്ങൾ സന്തോഷമായിരിക്കൂ എന്നും നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്ന സമയങ്ങളും ഉണ്ടായേക്കാം. ഇത്തരം സമയങ്ങളിൽ പലപ്പോഴും മനുഷ്യർ കഷ്ടപ്പാടുകളെ നേരിട്ട് തങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോട് പൊരുതി ജീവിതത്തോട് തന്നെ തോറ്റുപോയതായി അനുഭവപ്പെടാറുണ്ട്. എന്നാൽ മാനസികമായി കരുത്തുള്ളവർ ഇത്തരം കഠിനമായ സമയങ്ങളിൽ നിന്നും ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും തീർച്ചയായും പുറത്തുവരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ കഠിനമായ സമയങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തുവരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനായി ഞാൻ 8 നിയമങ്ങൾ പറഞ്ഞുതരാം. ഇവ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്താൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും പുറത്തുവരാൻ സാധിക്കും. ഒപ്പം നിങ്ങൾ മാനസികമായി വളരെ ശക്തനായ ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പാതിവഴിയിൽ ഉപേക്ഷിച്ച് എങ്ങും പോകരുത്. സുഹൃത്തുക്കളെ, ഒരിക്കൽ ഒരു ബൗദ്ധ സന്യാസി ആശ്രമത്തിൽ തന്റെ ശിഷ്യന്മാർക്ക് മനസ്സിനെക്കുറിച്ച് ചില ഉപദേശങ്ങൾ നൽകുകയായിരുന്നു. ഗുരു പറഞ്ഞു, മനുഷ്യന്റെ മസ്തിഷ്കത്തിലെ ചിന്തകൾ ചിലപ്പോൾ നല്ലതാകാം, ചിലപ്പോൾ ചീത്തയാകാം. നല്ല ചിന്തകൾ അവന്റെ മനസ്സിൽ ജനിക്കുമ്പോൾ അവൻ നല്ലതും കല്യാണകരവുമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ മോശം വികാരങ്ങളും തെറ്റായ ചിന്തകളുമാണ് ജനിക്കുന്നതെങ്കിൽ അത് അവന്റെ പതനത്തിന് കാരണമാകുന്നു. അപ്പോൾ ശിഷ്യന്മാരിൽ രാജ്വന്ത് എന്നു പേരുള്ള ഒരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, നമ്മുടെ മസ്തിഷ്കത്തെ ശക്തവും കരുത്തുറ്റതുമാക്കാൻ, സ്വയം മാനസികമായി ശക്തരാകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങേക്ക് പറഞ്ഞുതരാൻ കഴിയുമോ? ഗുരു പറഞ്ഞു, തീർച്ചയായും ഞാൻ പറഞ്ഞുതരാം. എന്നാൽ അതിനു മുൻപ് മനസ്സിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. എങ്കിൽ മാത്രമേ മാനസികമായി എങ്ങനെ ശക്തരാകാം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ഗുരു തുടർന്നു, നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ ആദ്യം ആ ചിന്ത നമ്മുടെ തലച്ചോറിലാണ് ജനിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ദുഃഖകരമായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർത്തും തളർന്നു പോകുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജം കുറയാൻ തുടങ്ങുന്നു. എന്നാൽ മറിച്ച് നിങ്ങൾ ആവേശകരമായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ അതിരില്ലാത്ത ഊർജ്ജം ഒഴുകാൻ തുടങ്ങുന്നു. നിങ്ങൾ ശരിക്കും ഊർജ്ജസ്വലനായി കാണപ്പെടുന്നു. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വലിയ ഊർജ്ജം വരുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ രോമകൂപങ്ങൾ പോലും ഉണർവുള്ളതാകുന്നു. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആവേശകരമായ കാര്യങ്ങൾ ചിന്തിച്ചതുകൊണ്ടാണ്. ശരീരം നിങ്ങളുടെ പഴയ ശരീരം തന്നെയാണ്, പക്ഷേ നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ശരീരം ഊർജ്ജമില്ലാത്തതാകുന്നു. എന്നാൽ നിങ്ങളുടെ ചിന്തകൾ ആവേശം നിറഞ്ഞതാകുമ്പോൾ ശരീരം ഉണരുന്നു. അതായത്, നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുമെന്നത് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ വാക്കുകൾ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ മാനസികമായി എങ്ങനെ ശക്തരാകാം എന്ന് പറയാൻ പോകുന്നു. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും 8 വഴികൾ പറഞ്ഞുതരാം. നിങ്ങൾ ആ 8 വഴികൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരികയും അതുപോലെ ചിന്തിക്കുകയും ചെയ്താൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ശരീരവും അതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ശരീരം തളരുന്നു. എന്നാൽ നല്ല ചിന്തകൾ വരുമ്പോൾ സന്തോഷിക്കുകയും ശരീരത്തിൽ നല്ല ഊർജ്ജം ഒഴുകുകയും ചെയ്യുന്നു. അതിനർത്ഥം നമ്മൾ ആ 8 വഴികൾ മനസ്സിലാക്കി അത് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ നമ്മുടെ ശരീരവും ഊർജ്ജവും ആവേശവും കൊണ്ട് നിറയും. അതായത് നമ്മൾ മാനസികമായി ശക്തരാകും. യഥാർത്ഥത്തിൽ നിങ്ങൾ മാനസികമായി ശക്തരാകുമ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ വളരെ എളുപ്പത്തിൽ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ഗുരു പറഞ്ഞു, ശിഷ്യന്മാരെ, മാനസികമായി ശക്തരാകാനുള്ള ഒന്നാമത്തെ നിയമം സംഭവിച്ചുപോയ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. ഗുരു ചോദിച്ചു, ശിഷ്യന്മാരെ, സൂര്യൻ ഏതു ദിശയിലാണ് ഉദിക്കുന്നത് എന്നെനിക്ക് പറഞ്ഞുതരൂ. ശിഷ്യന്മാർ എല്ലാവരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഗുരു, സൂര്യൻ കിഴക്ക് ദിശയിലാണ് ഉദിക്കുന്നത്. അപ്പോൾ ഗുരു ചോദിച്ചു, ഞാൻ പറയുകയാണ് സൂര്യൻ പടിഞ്ഞാറ് ദിശയിൽ ഉദിക്കണമെന്ന്, എങ്കിൽ അതവിടെ ഉദിക്കുമോ? ശിഷ്യന്മാർ പറഞ്ഞു, തീർച്ചയായും ഇല്ല ഗുരു, സൂര്യൻ കിഴക്ക് ദിശയിൽ നിന്ന് മാത്രമേ ഉദിക്കൂ. നമുക്ക് അതിന്റെ സ്ഥാനത്തെയോ സ്ഥലത്തെയോ മാറ്റാൻ കഴിയില്ല. പിന്നീട് ഗുരു ചോദിച്ചു, സങ്കൽപ്പിക്കൂ, നല്ല മഴക്കാലമാണ്. മഴ പെയ്യുന്നത് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ട് മഴ നിൽക്കുമോ? ശിഷ്യന്മാർ പറഞ്ഞു, ഇല്ല ഗുരു, അത് കാലാവസ്ഥയിലെ മാറ്റം കൊണ്ട് സംഭവിക്കേണ്ടതാണ്. കാലാവസ്ഥ മാറുമ്പോൾ മഴ താനെ നിൽക്കും. വീണ്ടും ഗുരു ചോദിച്ചു, തണുപ്പുകാലത്ത് ചൂട് അനുഭവപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ലല്ലോ? ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, അങ്ങ് പറയുന്നത് ശരിയാണ്. തണുപ്പുകാലത്ത് ചൂടുണ്ടാവാനോ വേനൽക്കാലത്ത് തണുപ്പുണ്ടാവാനോ ഒരിക്കലും സാധിക്കില്ല. ഈ കാലാവസ്ഥയൊക്കെ പ്രകൃതിയെ ആശ്രയിച്ചിരിക്കുന്നു, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഗുരു പറഞ്ഞു, ശരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളോ ഓർത്ത് നമ്മൾ വീണ്ടും വിഷമിച്ചതുകൊണ്ടോ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടതുകൊണ്ടോ
നമുക്ക് ഭൂതകാലത്തെ സംഭവങ്ങളെ മാറ്റാൻ കഴിയുമോ? ശിഷ്യന്മാർ പറഞ്ഞു, ഇല്ല ഗുരോ. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ ആ കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് വിഷമിച്ചിരുന്നാൽ, അതിനെക്കുറിച്ചോർത്ത് വേവലാതിപ്പെട്ടാൽ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവോ അതിനെ മറക്കാൻ ശ്രമിക്കുക. അതിനുള്ള ഏക വഴി നിങ്ങളുടെ വരാനിരിക്കുന്ന സമയത്തിലും ഭാവിയെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ഗുരു തുടർന്നു, മാനസികമായി ശക്തരാകാനുള്ള രണ്ടാമത്തെ നിയമം ധ്യാനിക്കുന്നത് ശീലമാക്കുക. ഗുരു പറഞ്ഞു, ഗൗതമബുദ്ധൻ സത്യം തേടിയിറങ്ങിയപ്പോൾ അദ്ദേഹം പല വഴികളും പരീക്ഷിച്ചു, പല കർമ്മങ്ങളും ചെയ്തു. പക്ഷേ ആ കർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കാര്യമായി ഒന്നും നേടാനായില്ല. അദ്ദേഹത്തിന്റെ ശരീരം ക്ഷീണിച്ചു വരികയായിരുന്നു. സത്യം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ പല കർമ്മങ്ങളും വഴികളും പറഞ്ഞുകൊടുത്തു. പക്ഷേ അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം ഭഗവാൻ ഗൗതമബുദ്ധൻ സ്വയം ധ്യാനത്തിന്റെ അവസ്ഥയിലിരുന്നപ്പോൾ പതിയെ പതിയെ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഏത് സത്യത്തെയാണോ അന്വേഷിച്ചിരുന്നത്, ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകാൻ തുടങ്ങി. ധ്യാനത്തിലൂടെ അദ്ദേഹം തന്റെ എല്ലാ ചിന്തകളെയും ജയിച്ചു. അദ്ദേഹം പാപചിന്തകളെ തോൽപ്പിച്ചു, കാമവാസനകളെ ജയിച്ചു, തന്റെ ഓരോ വികാരങ്ങളെയും അദ്ദേഹം കീഴടക്കി. അദ്ദേഹം ധ്യാനത്തിന്റെ ആഴമേറിയ അവസ്ഥയിലിരിക്കുകയും പല ദിവസങ്ങൾ അങ്ങനെ തുടരുകയും ചെയ്തപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. ധ്യാനിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സും മസ്തിഷ്കവും വളരെ ശാന്തമാകുന്നു. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചോ ആരെയെങ്കിലും കുറിച്ചോ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അതിൽ തന്നെ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. നമ്മുടെ തലച്ചോറ് അങ്ങോട്ടുമിങ്ങോട്ടും പായുകയില്ല. നമുക്ക് കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ തലച്ചോറിനെ എല്ലാ രീതിയിലും ശക്തമാക്കാൻ കഴിയുന്ന ഒരേയൊരു വഴി ധ്യാനമാണ്. ബൗദ്ധഭിക്ഷുക്കൾ ഏതെങ്കിലും കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ അത് ധ്യാനത്തിനാണ്. അവർ മണിക്കൂറുകളോളം ധ്യാനത്തിലിരിക്കുന്നു. അതിനാൽ അവരുടെ തലച്ചോറ് വളരെ ശാന്തമായിരിക്കുന്നു. അവരുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്നു. ആരുടെ മനസ്സാണോ ശാന്തമായിരിക്കുന്നത്, അവന് മാത്രമേ ഏതൊരു കാര്യത്തെക്കുറിച്ചും നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയൂ. അതായത് അവൻ മനസ്സുകൊണ്ടും മസ്തിഷ്കം കൊണ്ടും കൂടുതൽ ശക്തനായി മാറുന്നു. ധ്യാനിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ വാസനകളും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് അടക്കി നിർത്താൻ സാധിക്കും. ഗുരു തുടർന്നു, മാനസികമായി ശക്തരാകാനുള്ള മൂന്നാമത്തെ നിയമം ആരിൽ നിന്നും അമിതമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഗുരു പറഞ്ഞു, നിങ്ങളെല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജനിച്ചത്, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗർഭം തിരഞ്ഞെടുത്തത്. എന്നാൽ ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഇതെല്ലാം മറന്നുപോകുന്നു. താൻ എന്തു ചെയ്യണമെന്നോ എന്തിനാണ് ജനിച്ചതെന്നോ അവൻ മറക്കുന്നു. ജനനത്തിനു ശേഷം അവൻ പലതരം വാസനകൾക്ക് അടിമയാകുന്നു. ഈ ലോകത്തിന്റെ മോഹവലയത്തിൽ മായയിൽപ്പെട്ട് അവൻ വളരെ അസ്വസ്ഥനാകുന്നു. അവൻ തന്നെത്തന്നെ അറിയുന്നില്ല, തന്നെത്തന്നെ മറക്കുന്നു. ഇതുകാരണമാണ് അവൻ പലതരം ആളുകളിൽ നിന്ന് അമിതമായ പ്രതീക്ഷകൾ വെച്ചുപുലർത്തുന്നത്. പ്രതീക്ഷകളാണ് ദുഃഖത്തിന് കാരണമാകുന്നത്. ഏത് വ്യക്തിയിൽ നിന്നോ വസ്തുവിൽ നിന്നോ ആണോ നിങ്ങൾ പ്രതീക്ഷകൾ കൂട്ടിവെക്കുന്നത്, വരുംകാലത്ത് ഏറ്റവും കൂടുതൽ ദുഃഖം ലഭിക്കാൻ പോകുന്നത് അവരിൽ നിന്നായിരിക്കും. കാരണം എവിടെയാണോ പ്രതീക്ഷയുള്ളത് അവിടെയാണ് ദുഃഖവും ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരാളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുകയും ആ വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പെരുമാറാതിരിക്കുകയും ചെയ്താൽ ഏറ്റവും കൂടുതൽ വേദന നിങ്ങൾക്ക് അവരിൽ നിന്നാകും ലഭിക്കുക. കാരണം പ്രതീക്ഷ തകരുമ്പോൾ വലിയ ദുഃഖമുണ്ടാകും. അതുകൊണ്ട് ഈ ലൗകിക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ അമിതമായ പ്രതീക്ഷയും അമിതമായ മോഹവും ഒരു വ്യക്തിയോടും വെച്ചുപുലർത്തരുത്. അപ്പോൾ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഹേ ഗുരു, പ്രതീക്ഷയില്ലാതെ ആശയില്ലാതെ നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, എനിക്ക് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കണം എന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. പ്രതീക്ഷയില്ലാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലല്ലോ. ഗുരു പറഞ്ഞു, എന്തെങ്കിലും നേടാനുള്ള ആഗ്രഹം, എന്തെങ്കിലും വലുതാകാനുള്ള ആഗ്രഹം ജീവിതത്തിൽ നിങ്ങളെ തീർച്ചയായും ഉയരങ്ങളിലെത്തിക്കും. എന്തെങ്കിലും വലുതാകാനുള്ള ആഗ്രഹം സ്വന്തത്തോടാണ് വേണ്ടത്, അല്ലാതെ ഏതെങ്കിലും വ്യക്തിയോടോ വസ്തുവിനോടോ അല്ല. ഞാനിവിടെ ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്റെ സുഹൃത്ത് എപ്പോഴും എന്റെ കൂടെ നിൽക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതുപോലെ മുന്നിലുള്ള വ്യക്തി പെരുമാറുമെന്നോ നിങ്ങൾ വിചാരിച്ചാൽ ഇതെല്ലാം അമിതമായ പ്രതീക്ഷയെയും മോഹത്തെയും വളർത്തും. ആരോടും അമിതമായി പ്രതീക്ഷ വയ്ക്കരുത്. സ്വന്തം കാര്യത്തിൽ പ്രതീക്ഷ വെച്ചാൽ വലിയ ദുഃഖമുണ്ടാകില്ല. എന്നാൽ മറ്റുള്ളവരിൽ പ്രതീക്ഷ വയ്ക്കുകയും അത് നടക്കാതിരിക്കുകയും ചെയ്താൽ ദുഃഖം വളരെ വലുതായിരിക്കും. പലപ്പോഴും മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ നേടാൻ കഴിയാത്ത കാര്യങ്ങൾ തങ്ങളുടെ മക്കൾ നേടണമെന്നാഗ്രഹിക്കുന്നു. അവർ ആ ഭാരം മുഴുവൻ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. മക്കൾ അവരുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് ജീവിക്കണം, അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റണമെന്ന് അവർ വാശി പിടിക്കുന്നു. തങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ മക്കൾ ചെയ്യണം. ഇപ്പോൾ മിക്കവാറും എല്ലാ മാതാപിതാക്കളും ഇതുതന്നെയാണ് പറയുന്നത്. തങ്ങളുടെ മക്കളെ സ്വതന്ത്രരായി വിടുന്നവർ വളരെ കുറവാണ്. എല്ലാവരോടും എനിക്കുള്ള അപേക്ഷ ഇതാണ്, നിങ്ങളുടെ പ്രതീക്ഷകളുടെ ഭാരം നിങ്ങളുടെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഗുരു തുടർന്നു, മാനസികമായി ശക്തരാകാനുള്ള നാലാമത്തെ നിയമം ആദ്യത്തെ തവണ തന്നെ ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നതിനെ ഭയപ്പെടാതിരിക്കുക. ഗുരു പറഞ്ഞു, ശിഷ്യന്മാരെ, ഭയം നിങ്ങളെ കീഴടക്കിയാൽ നിങ്ങൾ തീർച്ചയായും പരാജയപ്പെടും.
തന്റെ ലക്ഷ്യം നേടുന്നതിനെക്കുറിച്ച് ഭയമുള്ളവനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഭയം വർദ്ധിച്ചാൽ അത് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കും. കാരണം ഭയം നിങ്ങളുടെ ആത്മബലത്തെയും ആത്മവിശ്വാസത്തെയും ഇളക്കിക്കളയുകയും ദുർബലമാക്കുകയും ചെയ്യും. നിങ്ങളുടെ ആത്മബലവും ആത്മവിശ്വാസവും ദുർബലമായാൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ നിങ്ങൾക്ക് കഴിവുകേട് അനുഭവപ്പെടും. ഈ കഴിവില്ലായ്മ നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ മുന്നിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ ഒരു സംശയവും വെക്കരുത്. ഞാൻ തോൽക്കുമോ, ഇത് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും തുടങ്ങിയ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരരുത്. കാരണം ഈ ചിന്തകളെല്ലാം നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കും. ഭയം കൂടുമ്പോൾ പലതരം സംശയങ്ങൾ മനസ്സിൽ ജനിക്കും. നിങ്ങൾക്ക് വെപ്രാളമുണ്ടാകാം, ഉറക്കം വരില്ല, രാത്രിയിൽ മനസ്സസ്വസ്ഥമാകും. കാരണം നിങ്ങളുടെ ഭയം നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പരാജയത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തിക്കായി ഇറങ്ങിത്തിരിച്ചാൽ മനസ്സിൽ ഒരു സംശയവും വെക്കരുത്. നിങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ ഭയപ്പെടില്ല. കാരണം നിങ്ങൾ ലക്ഷ്യത്തിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്, അതിനായി മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഭയം ഇല്ലാതാകും. ഭയമില്ലാതായാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. ഗുരു തുടർന്നു, മാനസികമായി ശക്തരാകാനുള്ള 5ാമത്തെ നിയമം: ജീവിതത്തിൽ ഒരിക്കലും സ്വയം പഴിക്കാതിരിക്കുക, സ്വയം ശപിക്കരുത്. ഗുരു പറഞ്ഞു, ഏതൊരു മനുഷ്യനാണോ ഏറ്റവും കൂടുതൽ പോരാടുന്നത്, സ്ട്രഗിൾ, അവൻ അത്രത്തോളം ശക്തനായി മാറുന്നു. നിങ്ങൾ എത്രത്തോളം ശക്തരാകുന്നുവോ അത്രത്തോളം നിങ്ങൾ കഴിവുള്ളവരായി മാറും. അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു കാര്യം നടന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തു പോയെങ്കിലോ, ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കുകയും സ്വയം പഴിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ മാനസികമായി തളർത്തുകയുള്ളൂ. സ്വയം പഴിക്കുന്നത് വളരെ അപകടകരമാണ്. ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ കഴിവിനെ കുറയ്ക്കും, നിങ്ങളുടെ ചിന്താശേഷിയെ കുറയ്ക്കും, നിങ്ങളുടെ ആത്മബലത്തെയും ആത്മവിശ്വാസത്തെയും കുറയ്ക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യത്തിനു വേണ്ടിയും സ്വയം പഴിക്കരുത്. ആ കാര്യം നിങ്ങളെക്കൊണ്ട് നടന്നില്ല എന്നതുകൊണ്ടോ, നിങ്ങൾ വിചാരിച്ചത് ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടോ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് അർത്ഥമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മുന്നിൽ കാണുന്ന മാവിൽ, മാംഗോ ട്രീ, ഏറ്റവും ആദ്യം ഏത് മൃഗമാണ് കയറുക? ആന കയറുമോ, കുരങ്ങൻ കയറുമോ, അതോ അണ്ണാനോ, അതോ സിംഹമോ? ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു, ഗുരു, ഇതിൽ കുരങ്ങനും അണ്ണാനുമാണ് ഏറ്റവും ആദ്യം കയറുക. അപ്പോൾ ഗുരു പറഞ്ഞു, എങ്കിൽ ഈ മരത്തിൽ കയറാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ആന സ്വയം പഴിക്കാൻ തുടങ്ങിയാൽ അത് ശരിയാണോ? ശിഷ്യൻ പറഞ്ഞു, ഗുരു, അത് തെറ്റായ കാര്യമാണ്. കാരണം ആനയ്ക്ക് ഒരിക്കലും മരത്തിൽ കയറാൻ കഴിയില്ല. ആന മരത്തിൽ കയറാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ജീവിയല്ല. ഗുരു പറഞ്ഞു, ശരിയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും ജോലി ചെയ്യാനുള്ള കലയും ബുദ്ധിയും കഴിവും വ്യത്യസ്തമായിരിക്കും. ചിലർ ചില കാര്യങ്ങളിൽ മിടുക്കരായിരിക്കും, മറ്റു ചിലർ വേറെ ചില കാര്യങ്ങളിൽ. നമ്മൾ ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ലോകത്തുള്ളവർ ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രതിഭയ്ക്ക്, ടാലന്റ് അനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ പ്രതിഭയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ തീർച്ചയായും അതിൽ വിജയിക്കും. ഗുരു തുടർന്നു, മാനസികമായി ശക്തരാകാനുള്ള 6ാമത്തെ നിയമം: നിങ്ങളുടെ ഊർജ്ജം വെറുതെ പാഴാക്കരുത്. ഗുരു പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരുപാട് ഊർജ്ജമുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ഊർജ്ജം തെറ്റായ കാര്യങ്ങൾക്കോ തെറ്റായ ആളുകൾക്കോ വേണ്ടി പാഴാക്കരുത്. കാരണം നിങ്ങൾ ഊർജ്ജം പാഴാക്കിയാൽ അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ കൈവശം ഇപ്പോൾ വലിയ ഊർജ്ജമുണ്ട്. ആ മുഴുവൻ ഊർജ്ജവും എടുത്ത് ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിച്ചാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. എന്നാൽ നിങ്ങൾ ഊർജ്ജം തെറ്റായ സ്ഥലത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ചിതറിപ്പോകും. ഊർജ്ജം ചിതറിപ്പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ലക്ഷ്യം നേടാൻ കഴിയില്ല. ഗുരു തുടർന്നു, മാനസികമായി ശക്തരാകാനുള്ള 7ാമത്തെ നിയമം: എല്ലാവരും പറയുന്നത് കേൾക്കുക, പക്ഷെ മനസ്സ് പറയുന്നത് പ്രവർത്തിക്കുക. ഗുരു പറഞ്ഞു, ശിഷ്യന്മാരെ, ആദ്യം നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം കഴിവുണ്ടെന്ന്. നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ ആ കഴിവനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല, നിനക്ക് അതിന് ശേഷിയില്ല എന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പറഞ്ഞാലും നിങ്ങൾ അവരെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കരുത്. കാരണം ശരീരം നിങ്ങളുടേതാണ്. നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. വേറൊരാൾക്കും നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനെക്കുറിച്ച് അറിയാം. ഈ കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്കറിയാം. ചിലർക്ക് ഒരു കാര്യം വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയും, ചിലർക്ക് കുറച്ചു സമയം വേണ്ടിവരും. സ്വന്തം കാര്യത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവനുസരിച്ച് മാത്രം നിങ്ങളുടെ ജോലി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, സ്വന്തം ഉള്ളിലെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും മുന്നേറും. പലപ്പോഴും ആളുകൾ സ്വന്തം കഴിവിനെ തിരിച്ചറിയാറില്ല. മറ്റുള്ളവർ പറയുന്നത് പോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു.
അങ്ങനെ സ്വന്തം ജീവിതത്തിലെ വലിയൊരു സമയം അവർ വെറുതെ പാഴാക്കുന്നു. മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് മാത്രം ആ കാര്യത്തിൽ തനിക്ക് കഴിവുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അവർ ആ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. ഇത്തരം ആളുകൾക്ക് ഒരിക്കലും തങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയില്ല. കാരണം സ്വന്തം കഴിവ് തിരിച്ചറിയാത്തവന് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയില്ല. ഈ ശരീരം നിങ്ങളുടേതാണ്, ഈ തലച്ചോറ് നിങ്ങളുടേതാണ്. ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ശക്തിയും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ശരീരം എത്ര ശക്തമാണെന്നും അതിൽ എത്ര കഴിവുണ്ടെന്നും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. കഴിവില്ലെങ്കിൽ ശരീരത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സ്വന്തം ഉള്ളിലെ വികാരങ്ങളെ കേൾക്കാൻ ശ്രമിക്കുക. സ്വന്തം കഴിവനുസരിച്ച് മുന്നോട്ടു പോവുക. ഗുരു തുടർന്നു, മാനസികമായി ശക്തരാകാനുള്ള 8ാമത്തെ നിയമം സംസാരം കുറയ്ക്കുക, പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗുരു പറഞ്ഞു, ഒരുപാട് സംസാരിക്കുന്നവൻ തന്റെ ഊർജം വെറുതെ നശിപ്പിക്കുകയാണ്. കാരണം കൂടുതൽ സംസാരിക്കുന്നവൻ കുറച്ചു മാത്രമേ ചിന്തിക്കൂ. അവൻ തന്റെ ഊർജം മുഴുവൻ സംസാരിക്കാനായി ചിലവഴിച്ചു. പിന്നെ അവൻ എന്ത് ചിന്തിക്കാനാണ്? അവന് ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. എന്നാൽ കുറച്ച് സംസാരിക്കുന്നവന് ചിന്തിക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ തത്വത്തെക്കുറിച്ചോ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ പലതരം ആശയങ്ങൾ വരും. ആ ആശയങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഗുരു പറഞ്ഞു, ശിഷ്യന്മാരെ, ഞാൻ നിങ്ങളോടെന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നു, പെട്ടെന്ന് മറുപടി പറയുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾ തന്റെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഗുരുഭായിയോട് സംസാരിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും എന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ തെറ്റായ മറുപടി നൽകും. കാരണം അവൻ സംസാരിച്ച് തന്റെ ഊർജം പാഴാക്കുകയാണ്. അവൻ എന്റെ നേരെ ശ്രദ്ധിച്ചതേയില്ല. എന്നാൽ ശാന്തനായിരുന്ന് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ശിഷ്യൻ ചിന്തിച്ചുറപ്പുവരുത്തി പൂർണ്ണമായ മറുപടി നൽകും. അവന്റെ ഉത്തരം ശരിയായിരിക്കും. അതുകൊണ്ട് ശിഷ്യന്മാരെ, കുറച്ച് സംസാരിക്കാൻ ശീലിക്കുക. കുറച്ച് സംസാരിച്ചാൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും പ്രശ്നത്തിന് പരിഹാരം തെളിഞ്ഞുവരും. കുറച്ച് സംസാരിക്കുന്നത് വഴി നിങ്ങളുടെ ഊർജവും ലാഭിക്കാം. ആ ഊർജം ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഗുരു പറഞ്ഞു, ശിഷ്യന്മാരെ, ഇവയായിരുന്നു മാനസികമായി ശക്തരാകാനുള്ള 8 നിയമങ്ങൾ. നിങ്ങളെല്ലാവരും വിശ്വാസത്തോടെ ഈ 8 നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ മാനസികമായി തീർച്ചയായും ശക്തരാകും. പിന്നെ ഒരു പ്രയാസവും ഒരു തടസ്സവും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ അതിനെ ധീരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ ശിഷ്യന്മാരും ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തെ കോടിക്കോടി പ്രണാമം അറിയിക്കുന്നു. മാനസികമായി ശക്തരാകാനുള്ള ഈ 8 നിയമങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഗുണകരമാകുമെന്ന് അവർക്ക് മനസ്സിലായി. അവരെല്ലാവരും ഗുരുവിനെ വണങ്ങുന്നു. അന്നത്തെ പഠനം അവിടെ പൂർത്തിയാകുന്നു. എല്ലാവരും തങ്ങളുടെ ആശ്രമത്തിലേക്ക് മടങ്ങുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ കമന്റിൽ നമോ ബുദ്ധായ എന്ന് തീർച്ചയായും എഴുതുക.